ഏറ്റവും മനോഹരമായ ഈ പ്രഭാത സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു രാത്രി നാം ഉറങ്ങി ഉണർന്ന് വരുമ്പോൾ നമുക്കൊരു പുതിയ ജീവിതവും പുതിയ ജന്മവും കിട്ടുകയാണ്. ഡീപ്പ് സ്ലീപ്പിൽ നമ്മളിവിടെ ഇല്ലായിരുന്നു, വീണ്ടും നമ്മളിതാ വന്നിരിക്കുന്നു. കോവിഡ് കാലത്ത് ഒരു ഭക്തൻ പറഞ്ഞത്, രാവിലെ എഴുന്നേറ്റാൽ ഞാൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ഉറപ്പിക്കാം, അതിനുശേഷം എൻ്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കണം, അതിനുശേഷം എൻ്റെ മക്കൾ ജീവിച്ചിരിപ്പുണ്ടോ, എൻ്റെ പേരൻസ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കണം. അതെ, ഒരു ദിവസം കൂടെ നാം ജീവിച്ചതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ചില നല്ല നിർണയങ്ങൾ നമുക്ക് ഉണ്ടാകട്ടെ. 26-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: വ്യർത്ഥന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടില്ല, കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല. ദുഷ്പ്രവൃത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു, ദുഷ്ടന്മാരോടുകൂടെ ഞാൻ ഇരിക്കുകയുമില്ല. ഇത് മുമ്പേ വായിച്ചതുപോലെ മറ്റൊരു തർജ്ജിമയിൽ നിന്നും വായിക്കട്ടെ. വഞ്ചകരോടുകൂടെ ഞാൻ ഇരിക്കുകയോ കപടഭക്തരോട് ഞാൻ സഹകരിക്കുകയോ ചെയ്യുന്നില്ല. നമുക്കങ്ങനെ ഒരു നിർണയം പ്രഖ്യാപിക്കാൻ സാധിക്കുമോ? അങ്ങനെയൊക്കെ നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്താൽ നമ്മുടെ കുറേ സ്നേഹിതരുടെ പേര് വെട്ടേണ്ടി വരും. നമുക്ക് സഹകരിക്കാൻ പറ്റാത്ത മനുഷ്യരുണ്ട്. അവർ നമ്മളെ കാണുമ്പോഴേക്കും കപടഭക്തിയുടെ കുപ്പായമാണ് ഇട്ടിരിക്കുന്നത് എന്ന് നാം അറിയും. ഒരു 2-3 വാക്കുകൾ സംസാരിച്ചു കഴിയുമ്പോഴേക്കും അവരാരാണെന്നും അവരെന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാവും. നമുക്ക് വളരെ കഷ്ടവും ദുഃഖവും തോന്നും ഇവരുടെ രീതികളൊക്കെ കണ്ടാൽ. എന്താ ചെയ്യുക? നമുക്ക് ഈ വചനങ്ങളെ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. I don't spend time with people who tell lies. നുണ പറയുന്ന മനുഷ്യരുടെ കൂടെ സമയം കളയാൻ എനിക്കില്ല. എത്ര നല്ലതാണല്ലേ അങ്ങനെ ഒരു ലൈഫ്. I don't spend time with people who tell lies. അങ്ങനെ വന്നാൽ നമുക്ക് പിന്നെ കൂട്ടുകാരില്ലാണ്ടാവൂല്ലേ? നമ്മുടെ നാട്ടിൽ വ്യാജം പറയുന്നവരുടെ എണ്ണം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ യൂട്യൂബിലൊക്കെ വാർത്തകളൊക്കെ കേൾക്കാറുണ്ട് സമയം കിട്ടുമ്പോൾ. എന്തോരം നുണയാ പറയുന്നത്. അതിന് നല്ല സാമർഥ്യമുള്ള വടിവത്ത അച്ചടി ഭാഷയിലാ നുണ പറയുന്നത്. എന്നാ നല്ല ഭാഷയാ. നമുക്ക് ഒരു നല്ല നിർണയത്തിലേക്ക് വരാം. ഐ ഡോണ്ട് കീപ് കമ്പനി വിത്ത് പ്രറ്റൻഡേഴ്സ്. കപടഭക്തരായിട്ട് ഞാൻ സഹകരിക്കത്തില്ല. നുണ പറയുന്നവരുടെ കൂടെ ചെലവഴിക്കാൻ എനിക്ക് സമയമില്ല. കപടഭക്തരും നുണ പറയുന്നവരും എല്ലാം ഒരു ടീമാണ്, ഒരു ഗ്യാങ് ആണ്. ശരിയായൊരു ദൈവവൈതലിന് കൂട്ടുകാർ കുറയുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇതിങ്ങനെ ഓരോ വർഷം കഴിയുന്തോറും എനിക്കത് മനസ്സിലായി വരിക. നുണ പറയുന്നവരുടെ കൂടെ നമുക്ക് പിടിച്ചു നിൽക്കണേ നമ്മൾ നുണ പറയണം. എൻ്റെ മോൻ ചെറുതായിരുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ക്ലാസ്സിലിരിക്കുന്ന പിള്ളേരൊക്കെ അവർക്ക് ഫ്ലൂട്ടുണ്ട്, അക്കോർഡിയനുണ്ട്, പിന്നെ ഡ്രമ്മുണ്ട്, ഇങ്ങനെ ഗിറ്റാറുണ്ടെന്നൊക്കെ അടിക്കും. അപ്പം ഇവനും എന്തേലും ഒന്ന് പിടിച്ചു നിൽക്കണ്ടെന്നോർത്ത് ഡ്രമ്മുണ്ടെന്ന് പറഞ്ഞു. ഈ ഇലക്ട്രോണിക് ഡ്രമ്മ്. ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ അവൻ്റെ സ്കൂളിലെ 3 പിള്ളേർ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട്, ചേച്ചി
ജോയലിന് ട്രംപുണ്ടോ? അപ്പൊ എങ്ങാനും വല്ലതും കൊട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുമെന്ന് ഓർത്ത്. എന്നാടാ കാര്യം? അല്ല, അവൻ അങ്ങനെ പറഞ്ഞോ, നേരാണെന്ന് അറിയാനാ. ഉണ്ട്, നിനക്ക് കാണണോ? അല്ലല്ല, ഉണ്ടോന്ന് അറിഞ്ഞാൽ മതി. കണ്ടോ? അപ്പൊ ഇവര് മുഴുവൻ വിഡൽസ് ആയിരുന്നു. ഉണ്ടല്ലോ, വിടുക എന്നൊരു തള്ളെന്നൊരു വാക്കുണ്ടല്ലോ, തള്ള്. അത് പിള്ളേരുടെ കാലത്തെ തള്ളാണ്. അപ്പൊ കീബോർഡ് ഉണ്ടെന്നും പിന്നെ ഗിറ്റാർ ഉണ്ടെന്നും ഫ്ലൂട്ട് ഒന്നും അല്ല, ഇവര് തള്ളിയതാ. ഇവനും തള്ളുകാരനാണോ എന്നറിയാനാ അവര് വന്നത്. വചനം കേൾക്കൂ. നുണ പറയുന്നവരുടെ കൂടെ സമയം ചെലവഴിക്കാൻ എനിക്കില്ല. കപടഭക്തന്മാരുടെ കൂടെ ഞാൻ ഇരിക്കുകയുമില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂട്ടുകാർ കുറയുമല്ലേ? സാരമില്ല, നമുക്ക് ഒരു മാതൃകാ ജീവിതം നയിക്കാം. ഗാഡ് ബ്ലെസ് യു.